നാത്തൂൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ടാണ്. റമദാനല്ലേ വരുന്നത്, അപ്പം നമുക്കൊരു അടിപൊളി റമദാൻ ലാൻഡേൺ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ 34x19 സെൻറ്റിമീറ്റർ ഉള്ളൊരു കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഏകദേശം ഒരു 9.5 വരുന്നത്. അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു 12 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് വരച്ചു കൊടുക്കുകയാണ്. താഴ്ഭാഗത്ത് നിന്ന് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വരച്ച വരയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ രണ്ട് വശത്തേക്കും എടുക്കുക. ഈ പോയിന്റ് താഴെയുള്ള കോർണറിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് വരച്ചെടുക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു 4 പീസ് വേണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ഞാനിവിടെ 4 പീസസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും വേറെ വേറെ പാർട്ടാക്കി മാറ്റിയെടുക്കണം. ഇനി നടുഭാഗത്തെ കാർഡ്ബോർഡിൽ നമുക്കൊരു സ്റ്റാറും മൂണും വരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിങ്ങനെ വരച്ച് കട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റാറും മൂണും. ഇത് നമുക്ക് ഈ കാർഡ്ബോർഡിൽ വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 4 പീസസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്ത് തുടങ്ങാം. അതിനായി ഫസ്റ്റ് നമ്മൾ ഒരു ഇരിപ്പ് വശമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ മാറ്റി വെച്ച 4 ഭാഗം എടുത്ത് ജോയിൻ ചെയ്യാണ്. ഇതിനാ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിക്കുന്നത്. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് എടുത്തത്. ഇപ്പം നമ്മുടെ ഇരിപ്പ് വശം ഞാൻ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നടുവിലെ പാർട്ട് കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു പെട്ടി പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഇരിപ്പ് വശത്തേക്ക് അതിൻ്റെ മുകളിലായി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ട്രയാങ്കിൾ പീസസാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ 4 വശത്തായി വെച്ച് കൊടുത്ത് ഒട്ടിക്കാം. ഇനി ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് അതിൻ്റെ അളവിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 4 സൈഡിലും ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടേക്ക് നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം. ഇതൊരു സ്ക്വയർ ഷേപ്പാണ്. ഇത് നമുക്കിനി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ലാൻഡേൺ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് കാണാൻ വലിയ രസമൊന്നുമില്ല. ഇനി നമുക്കിത് കുറച്ച് കളർഫുള്ളാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറോ അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റോ എന്ത് യൂസ് ചെയ്യുക. ഇനി ഈ ടൈപ്പിലുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിൽ കൂടിയും ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തു കൂടി ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റാറും മൂന്നും ഇതിനകത്താണ്. അത് നമുക്ക് പുറത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുകയാണ്.
ശ്രദ്ധിച്ച് ചെയ്യണം. അതിൻ്റെ സൈഡ് ഭാഗമൊന്നും വല്ലാതെ കട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട്. അതുപോലെ ഇങ്ങനെ പതിയെ ഒന്ന് അതിൻ്റെ സൈഡ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതെനിക്ക് സൈഡൊന്നും വലിയ പ്രശ്നമല്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി മുകൾ ഭാഗത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കുക. ഇതിനായി ഇൻബോക്സിൽ കാണുന്നത് പോലെ ഒരു പേപ്പറിൽ വരച്ച് അതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തതാണിത്. ഈ ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുക. ഇതിന് മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാനാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. മാർക്കർ വെച്ചിട്ടോ അതോ ഇതുപോലെ പെയിൻറ് വെച്ചിട്ടോ ഇങ്ങനെ ചെയ്യാം. ഇനി 4 വ്യത്യസ്ത കളറിലുള്ള കളർ പേപ്പർ ആവശ്യമുണ്ട്. ഇത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് വെക്കാനാണ്. ഉൾഭാഗത്ത് കൂടിയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ. ഇപ്പോൾ ഇത് ഞാൻ 4 കളർ 4 സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിൽ കാണുന്ന ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ലൈറ്റ് ടോപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടിഭാഗം കവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അളവിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ഹോൾഡറിൻ്റെ അടിഭാഗത്തെ അളവിൽ കാർഡ്ബോർഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ആ ഹോൾഡർ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ ഗ്ലൂ ഇട്ട് നന്നായി ഉറപ്പിക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ 2 വശത്തും നന്നായിട്ട് ഹോട്ട് ഗ്ലൂ ഗണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്മേക്ക് ഒരു ബൾബ് വെച്ച് കൊടുക്കുകയാണ്. വൈറ്റ് കളറിലെ ബൾബാണ്. ഇനി ഈ ബൾബ് ഉൾവശത്തേക്കായി കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ലാൻഡേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ കത്തുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡേൺ ആണിത്. എല്ലാവർക്കും നമ്മുടെ ലാൻഡേൺ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത ഫോട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാം ID-യിൽ അയച്ചു തരണം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്. വീഡിയോ ലൈക്ക് ചെയ്യുക, കാണാത്തവർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.